പറമ്പിലെ കുളങ്ങളിൽ മാംസം തിന്നുന്ന പിരാനയും ആഫ്രിക്കൻ മുഷിയും. സെബാസ്റ്റ്യന് കോടികളുടെ ബാങ്ക് ബാലൻസ്. 2 വർഷത്തിനിടെ ആലപ്പുഴയിലെ വടക്കൻ മേഖലയിൽ ഒരു സഹകരണ ബാങ്കുകളിൽ നിന്ന് പിൻവലിച്ചത് 2 കോടിയോളം. അടിമുടി ദുരൂഹത. സ്ത്രീകളുടെ തിരോധാന കേസിൽ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ ജയനമ്മയുടേത് അല്ല എന്നാണ് പ്രാഥമിക നിഗമനം. 2024 ഡിസംബറിലാണ് ഏറ്റുമാനൂർ സ്വദേശിനി ജയനമ്മയെ കാണാതായത്. കണ്ടെത്തിയ അസ്ഥിയുടെ ഭാഗങ്ങൾക്ക് 6 വർഷത്തിലധികം പഴക്കമുണ്ട്. ഇത് മറ്റു പല സംശയങ്ങൾക്കും ഇട നൽകുന്നു. കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് സെബാസ്റ്റ്യനിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച്. അന്വേഷണവുമായി ഇയാൾ സഹകരിക്കുന്നില്ല. ക്യാപ്പിട്ട പല്ലുകളും മൃതദേഹ അവശിഷ്ടങ്ങളുടെ അടുത്ത് നിന്ന് ലഭിച്ചിരുന്നു. ജയനമ്മയ്ക്ക് അത്തരം പല്ലുകളില്ല എന്ന് ബന്ധുക്കൾ ഉറപ്പിച്ചിരുന്നു. ചേർത്തല സ്വദേശിനി ഹൈറുമ്മയ്ക്ക് വെപ്പ് പല്ലുണ്ടെന്നും കാണാതായ ബിന്ദു പത്മനാഭൻ പല്ലുമായി ബന്ധപ്പെട്ട് വിദഗ്ധ ചികിത്സ തേടിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചു. ആദ്യ പരിശോധനയിൽ അസ്ഥി കണ്ടെത്തിയതിനു സമീപം തന്നെയാണ് തിങ്കളാഴ്ച അസ്ഥി ലഭിച്ചത്. അതുകൊണ്ട് ശരീരാവശിഷ്ടങ്ങൾ ഒരാളുടെ തന്നെയാകുമെന്നാണ് വിലയിരുത്തൽ. വ്യാഴാഴ്ച DNA പരിശോധനാ ഫലം വരുന്നതോടെ സ്ഥിരീകരണമുണ്ടാകും. സെബാസ്റ്റ്യന്റെ ജീവിതവും വീടുമെല്ലാം അടിമുടി ദുരൂഹത നിറഞ്ഞതാണ്. ബ്രോക്കർ ജോലിയും സ്ഥിരം യാത്രകളും ലോഡ്ജുകളിൽ താമസവും പതിവാക്കിയ ആളാണ് സെബാസ്റ്റ്യൻ. ദിവസങ്ങൾ കൂടുമ്പോഴാണ് വീട്ടിലെത്താറുള്ളത്. വീടിനോട് ചേർന്ന് 2.5 ഏക്കർ സ്ഥലത്ത് ഇയാൾ കൃഷി ചെയ്തിരുന്നില്ല. ഈ പറമ്പിലെ കുളങ്ങളിൽ മാംസം തിന്നുന്ന പിരാന, ആഫ്രിക്കൻ മുഷി തുടങ്ങിയ മീനുകളെ ഇയാൾ വളർത്തിയിരുന്നു. നാട്ടിലെ അമ്മാവൻ എന്നാണ് ഇയാൾ അറിയപ്പെട്ടത്. സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. 2 വർഷത്തിനിടെ ജില്ലയുടെ വടക്കൻ മേഖലയിലെ ഒരു സഹകരണ ബാങ്കിലെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് 1.5 കോടി രൂപയും മറ്റൊരു സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപയും സെബാസ്റ്റ്യൻ പിൻവലിച്ചിരുന്നു. ഈ പണത്തിന്റെ ഉറവിടം, പിൻവലിച്ചത് എന്തിനു വേണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതേസമയം പള്ളിപ്പുറം തിരോധാന കേസിൽ സെബാസ്റ്റ്യന്റെ സുഹൃത്ത് റോസമ്മയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് റോസമ്മയുടെ വീട്ടിലും പരിശോധന നടത്തുന്നത്. ഇവരുടെ കോഴി ഫാമിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റാഡർ ഉപയോഗിച്ച് സെബാസ്റ്റ്യന്റെ വീട്ടിൽ നേരത്തെ പരിശോധന നടത്തിയിരുന്നു. റോസമ്മയുടെ വീടിന്റെ ഭാഗത്തും സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് റോസമ്മയുടെ വീടിന്റെ പരിസരവും കുഴിച്ചു പരിശോധിക്കാനാണ് തീരുമാനം.